യഥാർത്ഥത്തിൽ പോലീസിന് ഇത്തരം ഭീകരതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തീവ്രവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും മുൻവിധികൾ സ്വാധീനിക്കപ്പെടാറുണ്ട്. പല കാരണങ്ങളാലാണത്. ഒരു ഉദാഹരണത്തിന് ഈ ഷാഹിൻഷായുമായി ബന്ധപ്പെട്ട ലവ് ജിഹാദ് പ്രശ്നത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ബന്ധുവാണ് അതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം അവഗണിച്ചുകൊണ്ടിട്ടാണ് പോലീസ് ഭാഷ്യം മാത്രം നിരത്തി അതിന് തീവ്രവാദത്തിനെതിരെ മുന്നറിയിപ്പ് നൽകാനാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വടയർ സുനിലിനെ പോലുള്ള പത്രപ്രവർത്തകരുടെ വാദം യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. ഇതിന്റെ നിജസ്ഥിതി ഉറപ്പാക്കാൻ സംസ്ഥാന പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലുള്ള ഇന്റലിജൻസ് വിഭാഗത്തിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി, എനിക്ക് അടുപ്പമുള്ള ഉദ്യോഗസ്ഥനുമായി നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം വളരെ കൃത്യമായി എന്നോട് പറഞ്ഞു, സംസ്ഥാന പോലീസിന്റെ പക്കൽ ഇത് സംബന്ധിച്ച വളരെ സുപ്രധാനമായ വിവരങ്ങളുണ്ട്, ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് എന്ന് സമ്മതിച്ചതിനെ തുടർന്നാണ് ഈ സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത, ലവ് ജിഹാദ് എന്ന് പറയുന്ന വാർത്ത കേരളകൗമുദി പ്രസിദ്ധീകരിക്കാൻ ഉള്ള അവസരമൊരുക്കുന്നത്. വേറൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മൊഴി പോലീസുകാർ തീർച്ചയായിട്ടും എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ കണ്ടിട്ടുമില്ല, എന്നോട് എൻ്റെ മൊഴി എടുത്തിട്ടുമില്ല. പക്ഷേ അത് എടുത്തു എന്നുള്ള രീതിയിലാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. ബാക്കി എല്ലാവരുടെയും മൊഴി എടുത്തു, പക്ഷേ എൻ്റെ വാക്ക് കേൾക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറായി. അന്വേഷണ ഉദ്യോഗസ്ഥൻ വേറെ ആരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കുമെന്ന നിലയിലാണ് അന്വേഷണവുമായി മുമ്പോട്ട് പോയിട്ടുള്ളത്. അതായത് ഒരു സ്റ്റാൻഡ് മാത്രം നോക്കി, ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് ഒരിക്കലും അന്വേഷിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുൻനിർത്തി പല പത്രപ്രവർത്തകർക്കും ഇതിൻ്റെ ഒരു വെർഷൻ മാത്രം അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായ ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പല പത്രങ്ങളിലുള്ള ലേഖകർക്ക് പറഞ്ഞു കൊടുത്തു. ഒരേ ദിവസം ഈ വാർത്തകൾ ഒരേപോലെ അച്ചടിച്ചു വന്നപ്പോൾ, പല മാധ്യമങ്ങളിൽ ഒരു വാർത്ത ഒരേപോലെ അച്ചടിച്ചു വന്നപ്പോൾ ജനം വിചാരിച്ചത് സത്യമാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേരളീയ സമൂഹം ഇതിൽ ഒരു 1-2 മാസം വരെ ഇത് സത്യമാണെന്ന് കേരളീയ സമൂഹം വിശ്വസിക്കാനിടയായി. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ മേൽപ്പറഞ്ഞ പേരിലുള്ളൊരു സംഘടനയുണ്ടോ എന്നതിനുപരി ഈ തരത്തിൽ ആസൂത്രിതമായി ചതിയിൽപ്പെടുത്തി മതം മാറ്റാനും പിന്നീട് അവരെ ഉപേക്ഷിക്കാനുമുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ എന്നാണ് പ്രസക്തമായ ചോദ്യം. അത്തരം ശ്രമം നടത്തുന്ന സംഘടനകൾ ഉണ്ടെന്ന് കേരളത്തിലെ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം വളരെ കൃത്യമായി കണ്ടെത്തുകയും 7 ജില്ലകളിൽ അങ്ങനെ സംഘടിത ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കേരള ഹൈക്കോടതി മുമ്പാകെ 7 ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ മുദ്ര വെച്ച കവറിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. DGP അതിനെ അതേക്കുറിച്ച് അന്വേഷിച്ച് സമർപ്പിച്ച 1ഉം 2ഉം റിപ്പോർട്ടുകളിൽ അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കുന്നേക്കില്ല എന്ന് ശക്തിയായി ഊന്നി പറഞ്ഞതാണ്. എന്നിട്ടും ആ വശത്തിന് പ്രാധാന്യം നൽകാതെ വീണ്ടും ലവ് ജിഹാദ് ഉണ്ട് എന്ന നിലയിലുള്ളതായ അഭ്യാസങ്ങളാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണാൻ കഴിഞ്ഞത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും കുറേ ദിവസങ്ങളോളം സമൂഹത്തെ മുഖരിതമാക്കിക്കൊണ്ടിരുന്നു. മാധ്യമം ഈ പരമ്പര പ്രസിദ്ധീകരിച്ചതിന് ശേഷം, ഇതൊരു അവകാശവാദമായിട്ട് പറയുകയല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയാണ്. ഈ പരമ്പര പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ പത്രത്തിൻ്റെ റിപ്പോർട്ടർമാർക്ക് കിട്ടിയ നിർദ്ദേശങ്ങളിലൊന്ന് ഇനി ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കരുത് എന്നായിരുന്നു. ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കരുത് എന്ന അവരുടെ സ്റ്റൈൽ ബുക്കിൽ പോലും ചേർക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പല പത്രങ്ങളും പിന്നീട് ഈ ലവ് ജിഹാദ് എന്നുള്ള വിഷയം തൊടാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥ. സാമ്രാജ്യത്വ നേതൃത്വത്തിലുള്ള ഇസ്ലാമോഫോബിയെ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ സംഘപരിവാർ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരം ചില സമീപനങ്ങൾ സംഘപരിവാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി തീർക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുകയാണ് എന്നും ഇന്ത്യയിൽ ഹിന്ദു സമൂഹം മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇങ്ങനെ പോയാൽ ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കൾ ബഹിഷ്കരിക്കപ്പെടുമെന്നുമൊക്കെയുള്ള അതിശയോക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ സംഘപരിവാർ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരൊരു പശ്ചാത്തലത്തിലാണ് ലവ് ജിഹാദ് പ്രശ്നവും കത്തിപ്പടർന്നത്. ഇപ്പോൾ ഭീകരവാദവും ഇസ്ലാമിനെയായിട്ടും മുസ്ലിം സമൂഹത്തെയായിട്ടും ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെയധികം നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ താലിബാൻ പോലെയും അൽഖ്വയ്ദ പോലെയുള്ളവരൊക്കെ വളരെ ഇസ്ലാമിൻ്റെ ആദർശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അനിസ്ലാമികമായിട്ടുള്ള നീക്കങ്ങളാണ് അവർ സത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മുഴുവൻ ഒരു സമുദായത്തിന്, ഇസ്ലാമിനെ മുഴുവൻ ഭീകരവാദികളാക്കി കാണിക്കാനുള്ള ഒരു സൗകര്യം
സാമ്രാജ്യത്വ ശക്തികൾക്ക് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലത്തും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് പലവരും തീവ്രവാദികളും ഭീകരവാദികളുമായി പോകുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു മതത്തിൻ്റെ ഒരു കുറ്റമാക്കി തീർത്ത് ഒരു ഇസ്ലാമോഫോബിയ വളർത്താനുള്ള ഒരു ശ്രമവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 1990 സോവിയറ്റ് യൂണിയൻ നിലംപതിക്കുകയും റെഡ് പേരിൽ മാറി ഗ്രീൻ പേരിൽ വരികയും ചെയ്ത ശേഷം ഒരു സംസ്കാരങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന പേരിൽ ഒരു സിദ്ധാന്തം സാമുവൽ ഹണ്ടിങ്ടൺ പോലുള്ള സൈദ്ധാന്തികർ, പൊളിറ്റിക്കൽ വിദഗ്ധന്മാർ മുന്നോട്ട് വയ്ക്കുകയും അതിലൂടെ മുസ്ലിം ജനവിഭാഗത്തെ അപരവൽക്കരിക്കുകയും ചെയ്തിട്ട് ഒരു സാംസ്കാരിക യുദ്ധത്തിന്റെ കവാടം തുറക്കുകയുമാണ് അമേരിക്കൻ സാമ്രാജ്യത്തിൽ ചെയ്തത്. സെപ്റ്റംബർ 11 ശേഷം അതേ സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെ 1-ാം പേജിൽ ഗുരുമൂർത്തിയുടേതായി വന്നതായ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളിതറിയുന്നു, ഞങ്ങളിത് 1300 പരം കൊല്ലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ആക്രമകാരികളാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർക്കാനുള്ളതായ ശ്രമം. അത് ഒരു വലിയ മാനങ്ങളുള്ളൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ സാധാരണ നിലക്ക് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒതുക്കി കാണേണ്ടതല്ല. പക്ഷെ ഒരു കാര്യം, ഇപ്പം ഏതായാലും അത് അങ്ങോട്ട് ഫെയ്ഡ് ഔട്ട് ചെയ്തു പോയി. ഇതൊന്നും അല്ല എന്ന് ജനങ്ങൾക്കും എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്തവർക്കും മനസ്സിലായി. ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ ഈ ലവ് ജിഹാദ് എന്നുള്ളത് ഒരു കെട്ടുകഥ മാത്രമാണെന്ന് പറയുന്നതോടുകൂടിയാണ് കേരള സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് നേരെയുള്ള ഒരു മാധ്യമ ആക്രമണം ശരിക്ക് നിലയ്ക്കുന്നത്. നിർഭാഗ്യവശാൽ ലവ് ജിഹാദ് എന്ന ആ പദം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും വാസ്തവത്തിൽ ലവ് ജിഹാദ് എന്നുള്ള ആ പദപ്രയോഗം വാസ്തവത്തിൽ ശരിയല്ല എന്നാണ് എനിക്ക് ഇപ്പോൾ 1 വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇവിടെ ഏത് ഇഷ്യൂ വന്നാലും അതിനെ ഒരു വികാരത്തിന്റെ ലെവലിലേക്ക് തള്ളിവിടുന്നത് മാധ്യമങ്ങളാണ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം ഇല്ലാണ്ടായതോ, അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ സൗഹാർദ്ദം ഇല്ലാണ്ടായതോ, ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ സൗഹാർദ്ദം ഇല്ലാണ്ടായതോ, ഇതിനെല്ലാം കാരണം മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് വൈകാരിക തലത്തിലായത് കാരണമാണ്. ഇത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം അത് കറക്റ്റായിട്ട് നീതിപൂർവമായിട്ടുള്ള അന്വേഷണമായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ചർച്ചയുടെ ആവശ്യങ്ങളൊന്നും അതിൽ നിന്നുണ്ടാവുന്നതല്ല. അദ്ദേഹം ചില താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി, ചില താല്പര്യങ്ങൾ, അതായത് മോശമായ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കെട്ടിച്ചമച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരൊക്കെയോ, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ആരെയും ഞാൻ ഉപദ്രവിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഞാൻ ആരെയും ആക്ഷേപിക്കാനൊന്നുമല്ല. എനിക്കത് നേരത്തെ ആകാമായിരുന്നു. നേരത്തെ എനിക്കാണെങ്കിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂയിലേക്ക് പോകാമായിരുന്നു. പക്ഷേ ഞാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ട്. അതായത് ഇതിൻ്റെ ഒരു നിരപരാധിത്വം തെളിയണം, ഇതിൻ്റെ സത്യാവസ്ഥ മുമ്പിലേക്ക് വരണം. അതാണ് ഞാനാണെങ്കിൽ കോടതിയിൽ പോലും ഏത് അന്വേഷണത്തിന് ഞാൻ തയ്യാറാണെന്നും ഇതിനെ നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കണമെന്നും ഞാൻ ആവശ്യപ്പെട്ടുള്ളത്. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പം ഇതൊരു വലിയൊരു വഴിത്തിരിവിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു. ഹൈക്കോടതി തന്നെ അത് വ്യക്തമാക്കിയ സ്ഥിതിക്ക് അത് വളരെ സന്തോഷം തോന്നുന്നു. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയും ഈ ഒരു ഇഷ്യൂ നടന്നു, ഇനി ഇതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയോ അല്ലെങ്കിൽ വേറെ ചർച്ചയ്ക്ക് വഴി തെളിയിച്ച് നമ്മുടെ നല്ല അന്തരീക്ഷം, നമ്മുടെ നാടിൻ്റെ നല്ല അന്തരീക്ഷം തകർക്കരുത്. കാരണം ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാവരോടും ഞാൻ തയ്യാറാവുകയാണ്. അതായത് യഥാർത്ഥ മുസ്ലിമിന് ഒരിക്കലും ഒരു തീവ്രവാദിയാകാൻ, ഒരു വർഗീയവാദിയാകാനും സാധിക്കുകയില്ല. അത് രണ്ടും ചെയ്യുന്നവൻ മുസ്ലിം അല്ല. അതാദ്യം മനസ്സിലാക്കുക. അതല്ലാതെ ഇതിനെ, അതായത് താടി വെച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മുസ്ലിമായതിൻ്റെ പേരിലോ ഒരിക്കലും ആ രീതിയിലേക്ക് ചിന്തിക്കാനോ തിരിയാനോ ഒരാൾക്കും സാധിക്കുകയില്ല. ലവ് ജിഹാദ് പ്രശ്നത്തെ അത്ര വലിയ ഗൗരവപ്പെട്ട ഒരു വിഷയമായിട്ട് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരിൽ ഭൂരിപക്ഷം പേരും പരിഗണിച്ചിട്ടില്ല. ഇത്തരൊരു പ്രചാരണം സൃഷ്ടിച്ചേക്കാവുന്ന അപകടത്തെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാൻ സാംസ്കാരിക പ്രവർത്തകരിൽ പലരും സന്നദ്ധമായില്ല. പിന്നീട് നമ്മുടെ മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വാർത്തയുടെ സൂക്ഷ്മതലത്തെക്കുറിച്ച് വേണ്ടത്ര ആലോചിക്കാൻ ശ്രമിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുതരം പ്രചാരണമായിരുന്നത്, അതായത് സാമ്രാജ്യത്വ ഫാസിസ്റ്റ് പ്രചാരണം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരുതരം പ്രചാരണമായിരുന്നു. ഇതിന് സൂക്ഷ്മമായിട്ടൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല.